50 വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം നടക്കുന്നത്. വീടും കൂടുമില്ലാതെ ദരിദ്ര നാരായണന്മാർ പകൽ മുഴുവൻ കൂലിപ്പണിയെടുത്ത് അന്തിയോടെ തളർന്ന അവശരായി ഏതെങ്കിലും കടത്തിണ്ണകളിൽ കിടന്നുറങ്ങും. പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും അവർ അറിയില്ല. അപ്പോൾ അർദ്ധരാത്രിയിൽ ഇരുട്ടിന്റെ മറപറ്റി കാലന്റെ പ്രതിരൂപമായ ഒരുതൻ കടന്നു വരുമായിരുന്നു. അയാളുടെ ആയുധം ഒരു മഴുവായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്തിട്ട് അന്തം വിട്ടുറങ്ങുന്നവന്റെ തലയിൽ തന്നെ ആ മഴു ഊക്കോടെ ആഞ്ഞു പതിക്കും. ഒന്ന് ഞരങ്ങാൻ പോലും കഴിയാതെ ആ ഹതഭാഗ്യന്റെ പ്രാണൻ പോകും. 56-ൽ തമിഴ്നാട്ടിൽ ഇത്തരമൊരു സംഭവം നടന്നു. ആളുകളാകെ ഭയപ്പാടിലായി. അടുത്ത ഊഴം ആരുടേതായിരിക്കും? എന്തിനായിരിക്കും ഒന്നും അറിയാതെ പാവങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ആളുകൾക്കുണ്ടായി. എന്നാൽ ആ സംശയങ്ങൾക്കൊന്നുമുള്ള ഉത്തരം ആർക്കും അറിയില്ലായിരുന്നു. കൊലപാതകങ്ങൾ പിന്നെയും നടന്നുകൊണ്ടേയിരുന്നു. 68 ഓഗസ്റ്റ് മാസം മുംബൈയിൽ ഗണേശോത്സവം നടക്കുകയായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത തിക്കും തിരക്കും ആൾക്കൂട്ടവുമായി മുംബൈയിലെ തെരുവുകൾ. മുംബൈയിലെ ഗ്രൗഗ്രി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഫിയാൽഹോ മലഡ് സ്റ്റേഷനടുത്ത് പതിവുള്ള പരിശോധന നടത്തുകയായിരുന്നു. പെട്ടെന്ന് തന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന മനുഷ്യനിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കി. കൂറിയതാണെങ്കിലും ആരോഗ്യ ദൃഢഗാത്രനായ അയാൾക്ക് കറുത്ത നിറമായിരുന്നു. കാക്കി ഷർട്ടും കാക്കി ട്രൗസറുമായിരുന്നു അയാളുടെ വേഷം. കയ്യിൽ ഒരു ചോറ്റുപാത്രമുണ്ട്. അയാളെ താൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർക്കും തോന്നി. എന്തോ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഇൻസ്പെക്ടർ ഓടി ആ കൂറിയ മനുഷ്യന്റെ മുന്നിലേക്ക് എത്തി. അയാളുടെ വഴി തടഞ്ഞുകൊണ്ട് ചോദിച്ചു, "നീ ആ സിന്ധി ദാൽവിയല്ലേ?" ആ മനുഷ്യന്റെ മുഖം മങ്ങി. ക്രൗര്യം നിറഞ്ഞ അയാളുടെ കണ്ണുകൾ ചുവന്നു. ആ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഇൻസ്പെക്ടർ അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചു. പിന്നെ ഗ്രേറ്റർ മുംബൈയിലെ CID ഓഫീസിലേക്ക് അയാളെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി. അതെ, ഇൻസ്പെക്ടർ സംശയിച്ചതുപോലെ തന്നെ അയാൾ കുപ്രസിദ്ധ കുറ്റവാളിയായ സിന്ധി ദാൽവ എന്ന രാമൻ രാഘവനായിരുന്നു. 22 നിരപരാധികളുടെ ജീവനെടുത്തവൻ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലക്കാരൻ. മുംബൈയിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജൊബാഡ്ബതി വിഭാഗത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തിയവൻ. 66-ൽ ഒരു സ്കൂൾ അധ്യാപകനായ ഹാഫിസ് ഭായ് കൊല്ലപ്പെട്ടപ്പോൾ തന്നെ രാമൻ രാഘവനെ പോലീസ് സംശയിച്ചതാണ്. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. മുമ്പ് നടന്ന മറ്റൊരു കൊലപാതകവും സമാന രീതിയിലുള്ളതായിരുന്നു. നല്ല ഉറക്കത്തിൽ സ്റ്റീൽ ദണ്ടുകൊണ്ട് നെറുകുന്തലക്കടിച്ചാണ് ഹാഫിസ് ഭായിയെ കൊന്നത്. ഇങ്ങനെ സ്റ്റീൽ ദണ്ടുകൊണ്ട് നെറുകുന്തലക്കടിച്ചാൽ യാതൊരു എതിർപ്പും ശബ്ദവുമില്ലാതെ ആൾ മരിക്കുമെന്നറിയാവുന്ന ആരോ ആണ് കൊല നടത്തിയിരിക്കുന്നത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ രാമനെ ഗോരഖ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. പക്ഷേ സംശയിക്കത്തക്കതായി ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അയാളെ പോലീസ് വിട്ടയച്ചു. അക്കാലത്ത് അയാൾ മുടിയും താടിയും നീട്ടി വളർത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കൽ ഒരു അടിപിടി കേസിൽപ്പെട്ട് തലഗൺ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ രാമന് 1.5 വർഷത്തെ ശിക്ഷ കിട്ടി. ജയിലിൽ വെച്ച് രാമൻ താടിയും മുടിയും വെട്ടി. ജയിലിൽ നിന്നിറങ്ങി അയാൾ നേരെ പോയത് മുംബൈ മഹാനഗരത്തിലേക്കായിരുന്നു. പിന്നീട് അയാളുടെ താവളം ജോഗേഷ്പുരിക്കും ദഹീസാറിനുമിടയിലായി. അതോടുകൂടി കൊള്ളയും കൊലയും രാമൻ തന്റെ ഉപജീവന മാർഗമാക്കി മാറ്റി. ഇനി അല്പം ഫ്ലാഷ് ബാക്ക്. വളരെ ദരിദ്ര കുടുംബത്തിലാണ് രാമന്റെ ജനനം. ചെറുപ്പം തൊട്ട് അല്പസ്വല്പം മോഷണമൊക്കെ നടത്തിയിരുന്നു. വലുതായപ്പോൾ മുറപ്പെണ്ണായ ഗുരുവമ്മയുമായി രാമന്റെ വിവാഹം ഉറപ്പിച്ചു. എന്നാൽ വിവാഹം നടക്കേണ്ടിയിരുന്ന സമയത്ത് ഒരു മോഷണ കേസിൽപ്പെട്ട് രാമൻ ജയിലിലായി. ശിക്ഷ കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഗുരുവമ്മയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. അപ്പോഴേക്കും അവൾ ഒരു അമ്മയുമായി കഴിഞ്ഞിരുന്നു. തന്റെ ഭാവി വധു മറ്റൊരാളെ വിവാഹം കഴിക്കുക, എന്നിട്ട് ആ ഗ്രാമത്തിൽ തന്നെ ജീവിക്കുക. എന്തായാലും ബന്ധുക്കളൊക്കെ കൂടി രാമന് മറ്റൊരു പെണ്ണിനെ കണ്ടെത്തി. അയാൾ അവളെ വിവാഹം കഴിച്ചു. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടിപ്പോയി. അതോടെ രാമന്റെ ഹൃദയം തകർന്നു. അവൻ എല്ലാവരോടും പകയായി. രാമന്റെ സഹോദരിയായ പാർവതി ഒഴികെ അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അപ്പോഴേക്കും മരണപ്പെട്ടു പോയിരുന്നു. ഭാര്യയും ഒളിച്ചോടി. അച്ഛനും അമ്മയും മരിക്കുകയും ചെയ്തു. പിന്നീട് നാണക്കേടും എല്ലാം കൂടിയായപ്പോൾ അവിടം വിടാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1949-ൽ അവൻ മുംബൈയിലേക്ക് വണ്ടി കയറുന്നത്. മുംബൈയിൽ ചെന്ന് മാന്യമായി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്നായിരുന്നു അവന്റെ മനസ്സിൽ. അവിടെ രാമന് കമല സിൽക്സിൽ ജോലി കിട്ടി. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ വീടിന്റെ ഒരു കോണിൽ ചെറിയൊരു വാടക കൊടുത്തുകൊണ്ട് രാമനും താമസമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാമൻ എന്തോ അസുഖം വന്നു. അന്ന് അയാൾ ജോലിക്ക് പോയില്ല. അവധിയെടുത്ത് മുറിയിലിരുന്നു. കൂട്ടുകാരൻ നൈറ്റ് ഷിഫ്റ്റിന് ജോലിക്ക് പോയിരുന്നു. രാത്രിയായപ്പോൾ കൂട്ടുകാരന്റെ ഭാര്യ രാമനെ തന്റെ കിടപ്പറയിലേക്ക് വിളിച്ചു. പക്ഷേ തന്റെ സുഹൃത്തിനെ വഞ്ചിക്കാൻ രാമൻ തയ്യാറായിരുന്നില്ല.
അവനന്ന് മുറിയിൽ പോലും കിടന്നില്ല, വരാന്തയിലാണ് കിടന്നത്. രാമൻ തന്റെ ആവശ്യത്തിന് വഴങ്ങാത്തത് കൊണ്ടും തലേന്നത്തെ കാര്യം തന്റെ ഭർത്താവിനോട് പറയുമോ എന്നുള്ള പേടി കൊണ്ടും ആ സ്ത്രീ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നപ്പോൾ തലേന്ന് രാത്രി രാമൻ തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന് പരാതി പറഞ്ഞു. രാമൻ ഇതറിഞ്ഞു. അവന് വല്ലാത്ത സങ്കടം തോന്നി. അവൻ ഒന്നും മിണ്ടാതെ കമൽ സിൽക്സിലെ ജോലി ഉപേക്ഷിച്ച് കുർളയിലെ നവഭാരത സിൽക്സിൽ ജോലിക്ക് കയറി. അതോടൊപ്പം തന്നെ പഴയ തൊഴിലായ മോഷണവും കുറേശ്ശെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൻ ചെമ്പൂരിലുള്ള ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. അന്നാണ് ജീവിതത്തിൽ ആദ്യമായി അവൻ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നത്. ആ വീട്ടിൽ മോഷണത്തിനെത്തിയത് രാമൻ മാത്രമായിരുന്നില്ല, അവന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടയിൽ ആളുകൾ അറിയുകയും കള്ളന്മാരെ പിന്തുടരുകയും ചെയ്തു. എന്തായാലും രാമന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ പോലീസ് പിടികൂടി. അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് രാമനും കൂടി മോഷണത്തിനുണ്ടായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാവുന്നത്. അതോടെ രാമനെ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ രാമന് 5 കൊല്ലത്തെ തടവാണ് കിട്ടിയത്. 5 കൊല്ലം കഴിഞ്ഞ് ജയിൽ മോചിതനായ രാമൻ ഒരു തീരുമാനമെടുത്തു. ഇനിയുള്ള മോഷണമെല്ലാം തനിച്ചു മതി. മോഷണത്തിനിടയിൽ ആരെയെങ്കിലും കൊല്ലേണ്ടി വന്നാൽ അതും ചെയ്യണം. അതിനുവേണ്ടി അവൻ പ്രത്യേകമായൊരു ആയുധമുണ്ടാക്കി. ഒരു സ്റ്റീൽ ദണ്ടായിരുന്നു അത്. അതുകൊണ്ട് നെറുകും തലക്കടിച്ചാൽ അതോടെ തീരുമിര. രാമനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റീൽ ദണ്ട് തന്നെ ധാരാളമായിരുന്നു. ഈ സമയത്താണ് രാമൻ അധ്യാപകനായ ഹാഫിസ് ഫായിയെ കൊലപ്പെടുത്തുന്നത്. ഒരു ചേരിയിൽ താമസിക്കുന്ന പാവപ്പെട്ട ഒരു പള്ളിക്കൂടം വാദ്യാരായിരുന്നു ഹാഫിസ് ഫായി. അയാൾക്കന്ന് ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു. ഇത് രാമന് അറിയുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ രാമൻ ഹാഫിസ് ഫായിയുടെ കൂരയ്ക്കടുത്ത് പതുങ്ങിയിരുന്നു. ഹാഫിസ് ഫായി ഇറങ്ങിയതിനു ശേഷം അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് കൂരയുടെ പിൻവാതിലിലൂടെ അകത്ത് കയറിയ രാമൻ സ്റ്റീൽ ദണ്ട് കൊണ്ട് ഹാഫിസ് ഫായിയെ അടിച്ചു കൊലപ്പെടുത്തിയത്. പിറ്റേന്ന് ഉച്ചയായിട്ടും ഹാഫിസ് ഫായി എഴുന്നേൽക്കാത്തത് കൊണ്ട് അയൽക്കാരിൽ ചിലർ അയാളുടെ വീട്ടിലെത്തി. അപ്പോഴാണ് കൊല ചെയ്യപ്പെട്ട നിലയിൽ ഹാഫിസ് ഫായിയെ കാണുന്നത്. അവിടെ നിന്ന് രാമന് കിട്ടിയത് 265 രൂപയും ഒരു റിസ്റ്റ് വാച്ചും ഒരു ടോർച്ചും കുറച്ച് വസ്ത്രങ്ങളുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 10 രൂപ കൊടുത്ത് രാമൻ മറ്റൊരു സ്റ്റീൽ ദണ്ട് പണിയിപ്പിച്ചു. ആ ദണ്ട് കൊണ്ട് ഹാഫിസ് ഫായിയെ കൊലപ്പെടുത്തി കൃത്യം 12-ാം ദിവസം ഗുസ്തിക്കാരനായ ദ്വാരക പ്രസാദ് യാദവിനെ കൊലപ്പെടുത്തി. ഈ കൊല നടത്തിയപ്പോൾ രാമന് കിട്ടിയത് 10 പൈസയും കുറച്ച് പച്ചക്കറികളും ചോറുമായിരുന്നു. ആ ചോറ് അയാൾ അപ്പോൾ തന്നെ തിന്നു. പിന്നെ ദ്വാരക പ്രസാദിന്റെ ഒരു ടൗസറും എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ദാഹിസറിനടുത്തുള്ള റാവൽപുരയിലെ ഒരു വീട്ടിൽ നിന്ന് ഒരു ഭിക്ഷക്കാരനെ പോലെ ചെന്ന രാമൻ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. ആ വീട്ടിൽ താമസിക്കുന്ന ദമ്പതിമാരായ ഡിയോറാമും രൂപയുമായിരുന്നു അത്. രൂപയുടെ ശരീരത്തിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഭിക്ഷക്കാരനായ രാമനെ ഡിയോറാം ആട്ടി ഓടിച്ചു. ഇത് രാമനെ വല്ലാതെ ചൊടിപ്പിച്ചു. അന്ന് രാത്രി അവൻ ആ വീട്ടിൽ കയറി. പിറ്റേന്ന് രാവിലെ വീട്ടുകാർ കണ്ടത് ഡിയോറാമിന്റെ മൃതദേഹമായിരുന്നു. മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങിയതുകൊണ്ട് രൂപയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. ആ വീട്ടിൽ നിന്ന് രാമന് കിട്ടിയത് വെറും 50 രൂപയായിരുന്നു. അന്ന് രാത്രി തന്നെ അവൻ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു ചേരിയിലെത്തി. അവിടെ സുഗാരിയ ലഗാഡിയ എന്ന ആളുടെ കുടിലിൽ അതിക്രമിച്ചു കയറി. സുഗാരിയ വീട്ടിലുണ്ടായിരുന്നില്ല. ആ വീട്ടിലുണ്ടായിരുന്നത് സുഗാരിയുടെ ചെറുപ്പക്കാരിയായ ഭാര്യ ശാന്താഭായിയും 2 വയസ്സും 14 ദിവസവും പ്രായമുള്ള 2 കുട്ടികളും മാത്രമായിരുന്നു. 3 പേരെയും രാമൻ കൊലപ്പെടുത്തി. എന്നു മാത്രമല്ല, മരിച്ചു കിടന്ന ശാന്താഭായിയുടെ ശരീരത്തിൽ അവൻ തന്റെ കാമദാഹവും തീർത്തു. ഈ സംഭവം മുംബൈ നഗരത്തെ ആകെ വിറപ്പിച്ചു. ചേരികളിൽ താമസിക്കുന്നവർ വരാന്തകളിൽ കിടന്നുറങ്ങുന്നത് നിർത്തി. ജോലിക്ക് പോകുന്നവർ സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തി തുടങ്ങിയെന്ന് മാത്രമല്ല, അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ അവർ വീടിനുള്ളിൽ നിന്ന് കഴിയുന്നത് പോലെ ബന്ധിക്കുകയും ചെയ്തു. എങ്കിലും ഏത് നിമിഷവും അജ്ഞാതനായ ആ കൊലയാളി തങ്ങളെ തേടിയെത്തുമെന്ന് അവർ ഭയന്നു. നേരം ഇരുട്ടി തുടങ്ങിയാൽ റോഡുകളിൽ ആളുകളില്ലാതായി. കടകളൊക്കെ നേരത്തെ അടച്ചു. പോലീസ് പക്ഷേ ഉണർന്നു പ്രവർത്തിച്ചു. അവർ പട്രോളിംഗ് ശക്തമാക്കി. 20 കോൺസ്റ്റബിൾമാർക്ക്, ഒരു ഇൻസ്പെക്ടറും ഒരു പോലീസ് നായയും എന്ന നിലയിൽ വിന്യസിച്ചു. ഇത്രയൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടും പരീഖ് നഗറിൽ വീണ്ടും ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. അതോടെ അജ്ഞാതനായ കൊലയാളിയെ പിടികൂടാനായി പോലീസ് പരക്കം പാഞ്ഞു. കൊലയാളിയെ പിടികൂടാൻ പോലീസ് തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്തടുത്ത 2 ദിവസങ്ങളിലായി ദഹിസറിലും കാണ്ടിവിലയിലുമുള്ള ചേരികളിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടു. പക്ഷേ ഈ കൊല്ലപ്പെട്ടവർ അടച്ചുറപ്പില്ലാത്ത കൂരകളിലായിരുന്നില്ല താമസിച്ചത്, മറിച്ച് അടച്ചുറപ്പുള്ള വീടുകളിലായിരുന്നു. പിറ്റേന്ന് ദത്താപരയിലെ രാംചന്ദ് പരിവാർ ശോഭന ദമ്പതികളുടെ വീട്ടിൽ രാമൻ അതിക്രമിച്ചു കയറി. പക്ഷേ തന്റെ ആയുധമെടുത്ത് പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ വീട്ടുകാർ ഉണർന്ന് ബഹളം കൂട്ടി. അതോടെ രാമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാമൻ കയറിയത് കാണ്ടിവിലയിലെ മഞ്ജുളാദേവിയുടെ വീട്ടിലായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി രാമനെ കണ്ട മഞ്ജുളാദേവി നിലവിളിച്ചതോടെ അയാൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മാൻഡിക്കിലുള്ള ഒരു കുതിരാലയത്തിന്റെ മാനേജറായ ഇബ്രാഹിം പട്ടേലായിരുന്നു രാമന്റെ അടുത്ത ഇര.
മാൻഡിക്കിലേക്ക് പോകുന്ന വഴിയിൽ ലാൽചന്ദ്, ദുലാർ എന്നീ 2 പേരെ രാമൻ കണ്ടു. അവരെയും രാമൻ ആക്രമിച്ചു. പക്ഷേ ആ പാവങ്ങളിൽ നിന്ന് കിട്ടിയത് കുറച്ച് ചില്ലറ പൈസ മാത്രമായിരുന്നു. ഏറ്റവും അവസാനമായി രാമന്റെ ദണ്ഡിനിരയായത് ഒരു പൂജാരിയായിരുന്നു. കാണ്ടിവലി പരേഖ് നഗറിലെ വയോധികനായ ഒരു പൂജാരി. ഇപ്പോഴും രാമനാമം ജപിച്ചു കിടക്കുന്ന ഒരു പാവം. രാത്രി ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ പോയതായിരുന്നു അദ്ദേഹം. പിറ്റേന്ന് രാവിലെ കണ്ടത് തിരുനെറ്റിക്ക് അടിയേറ്റ് ആ പൂജാരി മരിച്ചു കിടക്കുന്നതാണ്. മുമ്പ് അതിക്രമിച്ചു കയറിയ വീട്ടിലെ മഞ്ജുളാദേവി എന്ന സ്ത്രീ രാമനെ വ്യക്തമായി കണ്ടിരുന്നു. അവർ വിവരിച്ചതനുസരിച്ച് പോലീസ് ആർട്ടിസ്റ്റ് രാമന്റെ രേഖാചിത്രം വരച്ചുണ്ടാക്കി. ഈ രേഖാചിത്രം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചു കൊടുത്തു. ഇതുകണ്ടാണ് മലട് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഫിയാൽഗോ രാമൻ രാഘവനെ തിരിച്ചറിഞ്ഞത്. അഡീഷണൽ സെഷൻസ് ജഡ്ജ് CT ഡിക് 69 ഓഗസ്റ്റ് 11 രാമന്റെ കേസിന്റെ വാദം കേട്ട ശേഷം വിധി പറഞ്ഞു. വധശിക്ഷയായിരുന്നു കോടതി രാമന് വിധിച്ചത്. വിധിക്കെതിരെ രാമൻ അപ്പീൽ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് 20 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം രാമൻ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകി. 1987 ജൂലൈ 21 നടന്ന വിചാരണക്കിടയിൽ മുംബൈ ഹൈക്കോടതിയിൽ രാമൻ പറഞ്ഞത് മതിഭ്രമം കൊണ്ട് സൂര്യദേവൻ പറഞ്ഞതനുസരിച്ചാണ് താൻ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ്. എന്നാൽ ഇപ്പോഴാണ് സൂര്യദേവൻ അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ താൻ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു. അതോടെ രാമൻ രാഘവന്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തു.